അവിടെ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്നും പുറത്തേക്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് തത്സമയം കാണുന്നത്. കോന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കാണുന്നത്. രാവിലെ ഉണ്ടായ അപകടത്തിൽ 4 പേരാണ് മരിച്ചത്. ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ. ഏറെ ദുഃഖിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെ കേട്ടുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതം ഉണർന്നത്. അതിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പുറത്തേക്കെടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, നാട്ടുകാർ ഒക്കെയും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ആ തിരക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്കൊക്കെയും ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ വന്നത്. മധുവിധ് കഴിഞ്ഞ് മലേഷ്യയിൽ നിന്നും തിരികെ എത്തിയ ദമ്പതികൾ നവംബർ 15-നായിരുന്നു വിവാഹം. അതിനുശേഷം 15 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. മലേഷ്യയിൽ യാത്ര പോയി മടങ്ങി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുകയും അച്ഛന്മാർക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്ത ആളുകൾ, അവരാണ് അപകടത്തിൽപ്പെട്ടത്. തക്ഷണം തന്നെ 3 പേർ മരിക്കുന്നു. അതിനുശേഷം അല്പം ജീവനുണ്ടായിരുന്ന അനു എന്ന് പറയുന്ന പെൺകുട്ടി, അവളും ആശുപത്രിയിൽ കൊണ്ടുപോയ ശേഷം മരിക്കുകയായിരുന്നു. ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് പറയാം. നിരന്തരം അപകട വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ, തുടർക്കഥയാകുന്ന ദിവസങ്ങൾ. അതിൽ അവസാനമായി ഇന്ന് കോന്നിയിൽ നടന്ന ഈ ഒരു അപകടം ഏറെ ആഴത്തിലുള്ളതും മനസ്സിനെ വേദനിപ്പിക്കുന്നതും ആയിരുന്നു. മൃതദേഹം പുറത്തേക്ക് എടുത്ത ആംബുലൻസിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വാഹനം അമിത വേഗതയിലായിരുന്നുവെന്ന് ആളുകൾ, നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. പ്രാഥമിക വിവരങ്ങൾ, സൂചനകൾ മാത്രമേ ഇപ്പോൾ പുറത്തു വരുന്നുള്ളൂ. അതിലൊക്കെയും നമുക്ക് വ്യക്തമായ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. സുജു ടി ബാബു അവിടെ നിന്നും ചേരുന്നുണ്ട്. സുജു, ആശുപത്രിയിൽ നിന്നും മൃതദേഹം പുറത്തേക്കെടുത്ത് ആംബുലൻസിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണ് നമ്മളുള്ളത്. താലൂക്ക് ആശുപത്രിയിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നത്. ബിജുവിന്റെ മൃതദേഹം എന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. മുഖം മറച്ച നിലയിലായതുകൊണ്ട് തന്നെ നമുക്കും അക്കാര്യത്തിൽ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഇപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ നമുക്ക് ദൃക്സാക്ഷികൾ പറഞ്ഞ പോലെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇവർ എത്തിച്ചിരുന്നത്. 4 കുടുംബത്തിലെ 4 അംഗങ്ങളാണ് മരിച്ചത്. അതിൽ ബിജുവിന്റെ മൃതദേഹമാണ് ഇപ്പോൾ ഈ ആംബുലൻസിലേക്ക് പ്രവേശിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ ഈ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നത്. അനുവിന്റെ മൃതദേഹം പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലാണ്. അതിനാൽ തന്നെ മറ്റ് 3 പേരുടെയും മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റുന്ന ഒരു സന്ദർഭമാണ് ഈ ആശുപത്രിയിലുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒരാളുടെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റി മറ്റൊരാളുടെയും ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സ്ഥലത്ത് ഇപ്പോൾ വികാരനിർഭരമായ ഒരു സാഹചര്യമാണ്. ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. ബന്ധുമിത്രാദികളെല്ലാം തന്നെ അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറം ദുഃഖമാണ്. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്ന് പുലർച്ചെ അവരുടെ വിവാഹശേഷമുള്ള ടൂർ, അതിനുശേഷം തിരിച്ചു വന്ന സന്തോഷത്തോടെ വന്ന കുടുംബം അവരെയാണ് ഇപ്പോൾ ചേതനയറ്റ ശരീരവുമായി ആംബുലൻസിലേക്ക് കയറ്റുന്ന ഏറ്റവും സങ്കടകരമായ ദൃശ്യങ്ങൾ നമുക്ക് നൽകേണ്ടതായിട്ട് വരുന്നത്. താലൂക്ക് ആശുപത്രിയിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായ ശേഷമാണ് ഇപ്പോൾ അവരെ ആംബുലൻസിലേക്ക് കയറ്റുന്ന കുടുംബാംഗങ്ങൾ വിങ്ങിപ്പൊട്ടി കരയുന്ന ആ ദൃശ്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യങ്ങളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ നമുക്ക് നൽകേണ്ടതായിട്ട് വരുന്നത്. കാരണം ആലോചിച്ച് നോക്കുക, ഇന്ന് മലേഷ്യയിൽ ഹണിമൂൺ ട്രിപ്പിന് ശേഷം പോയ ശേഷം അവർ തിരികെ എത്തിയപ്പോൾ ഉണ്ടാവുന്ന ഒരു കുടുംബമായ സന്തോഷത്തോടെ കാത്തിരുന്ന കുടുംബാംഗങ്ങൾക്ക് ഇപ്പോൾ ചേതനയറ്റ ശരീരം അവരുടെ കാണാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ഏറ്റവും ദുഃഖകരമായ സന്ദർഭം തന്നെയാണ്. അതിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ആശുപത്രിയുടെ മുമ്പിൽ അവർ ഈ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ അവരുടെ ബന്ധുമിത്രാദികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് സങ്കടം സഹിക്കാൻ സാധ്യമല്ല. അത് ഒരുപക്ഷെ അവർക്ക് മാത്രമല്ല, ഇവിടെ എത്തിയിരിക്കുന്ന ബന്ധുമിത്രാദികളല്ലാതെ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. എല്ലാവരും ഒരേ മനസ്സോടെ അവരെല്ലാം ഏറ്റവും വേദനാജനകമായി ഇന്ന് പുലർച്ചെ കോന്നി മുറിഞ്ഞുകല്ലിൽ വെച്ചായിരുന്നു ഈ അപകടം സംഭവിക്കുന്ന. ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി
അവർക്ക് അലമുറ ഇട്ട് കരയുന്ന ഒരു രംഗം നമുക്ക് പരസ്പരം കൈകൾ കോർത്ത് പിടിച്ചുകൊണ്ട് നമുക്കറിയാം ഇത്തരം സാഹചര്യങ്ങൾ ഏതൊരു മനുഷ്യനെയും താങ്ങാവുന്നതിന് അപ്പുറമുള്ളൊരു സാഹചര്യമാണ്. ഇന്ന് പുലർച്ചെ 5 മണിക്കുണ്ടായ അപകടത്തെ തുടർന്നാണ് ഈ ഒരു കുടുംബത്തിലെ 4 പേർ മരണപ്പെട്ടിരിക്കുന്നത്. 15 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അനുവിൻ്റെയും നിഖിലിൻ്റെയും വിവാഹം നടന്നത്. ഏറെ സന്തോഷവുമായി അവർ മലേഷ്യയിലേക്ക് ടൂർ പോവുകയും തിരികെ വന്നപ്പോഴാണ് ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. നമ്മൾ അതിലെ ദുഃഖം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിവാഹ വീട് വളരെ പെട്ടെന്ന് 15 ദിവസത്തിന് ശേഷം ഒരു മരണ വീടായി മാറുന്നു. അത് ആ കുടുംബത്തിലെ 4 അംഗങ്ങൾ ഉൾപ്പെടെ മരണപ്പെടുക എന്ന് പറയുമ്പോൾ അത്യന്തം വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ്. വളരെ വേഗത്തിൽ തന്നെയാണ് ഒരു കുടുംബ വീട്, സന്തോഷകരമായ ഒരു വിവാഹ വീട് പെട്ടെന്ന് വിലാപ വീടായി മാറുകയായിരുന്നു. ആ കൊന്നി മുറിഞ്ഞുകളിൽ അപകടത്തിൽ അത് ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളുടെ ജീവൻ പൊലിയുന്നു. അനു അതായത് വധുവായിരിക്കുന്ന അനുവിൻ്റെ അച്ഛനും അതുപോലെ നിഖിലിൻ്റെ അച്ഛനും ആണ് അപകടത്തിൽ മരണപ്പെട്ടത്. അങ്ങനെ 4 അംഗങ്ങൾ അനുവിനെ ജീവനോട് സംഭവ സ്ഥലത്തു നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിക്ക് ശേഷമാണ് അനു മരണപ്പെടുന്നതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മറ്റ് നിഖിലിൻ്റെ അച്ഛനും അനുവിൻ്റെ അച്ഛനും ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അവരുടെ നമുക്ക് 3 പേരുടെയും മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി തീർച്ചയായിട്ടും അവരെ മോർച്ചറിയിലേക്കായിരിക്കാം മാറ്റുന്നത്. ഇനിയും സംസ്കാരത്തെ സംബന്ധിച്ചോളം കുടുംബത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റുകയാണ്. കുന്നി താലൂക്ക് ആശുപത്രിയിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് മാറ്റുന്നത്. അനുവിൻ്റെ മൃതദേഹം പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലാണ് ഉള്ളതെന്നും ബന്ധുക്കൾ പറയുന്നത്. ഇന്ന് നമ്മൾ പറഞ്ഞു വന്നത് തന്നെ ഒരു വളരെ ഏറ്റവും വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഈ കുടുംബത്തിൻ്റെ ഇന്ന് രാവിലെ ഇവിടെ വെച്ച് നമ്മളോട് പ്രതികരിച്ച ആളുകൾ പറഞ്ഞത് അവർ ആ വിവാഹ ചടങ്ങുകളിലൊക്കെ പങ്കെടുത്ത ആളുകളാണ്. അവർക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് ആ ദൃശ്യങ്ങളൊന്നും തന്നെ മായുന്നില്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞതും. അത്ര നമുക്ക് ഒരുപക്ഷെ 15 ദിവസം എന്ന് പറയുമ്പോൾ ഒരു മാസം പോലും പൂർത്തിയാകാത്ത വധുവരന്മാരാണ്. അവർക്കാണ് ഇത്തരമൊരു സങ്കടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തുന്ന കാഴ്ച തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ ആ കാര്യം ആവർത്തിച്ച് പറയുകയാണ്. അതിൽ ആവർത്തിച്ച് പറയുന്നതിലുള്ള വിഷമം ഉണ്ടെങ്കിൽ പോലും വിഷമകരമായ സംഭവം തന്നെയാണ്. ഈ ഇപ്പോൾ മത്തായിപ്പിൻ്റെയും അതുപോലെ ബിജു പി ജോർജിൻ്റെയും നിഖിലിൻ്റെയും മൃതദേഹങ്ങളാണ് ആംബുലൻസിലേക്ക് മാറ്റിയത്. ഇനിയും ഇതിൻ്റെ തുടർ ചടങ്ങുകളും സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇനിയും വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിലാണ് ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളും മരണപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ ദൃശ്യങ്ങളാണ്. അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറത്ത് വലിയ ദുഃഖം തന്നെയാണ് ആ കുടുംബത്തെ സംബന്ധിച്ചോളം. അവർ എല്ലാവരും തന്നെ വിങ്ങിപ്പൊട്ടി കരയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റുമ്പോഴൊക്കെ തന്നെ ഇവരെ സംബന്ധിച്ചോളം അവർക്ക് സഹിക്കാവുന്നതിലും താങ്ങാവുന്നതിലും അപ്പുറത്ത വേദന തന്നെയാണ്. അത് ആ കുടുംബത്തിൻ്റെ മാത്രമല്ല ഒരു നാടാകെ ഒരുപക്ഷെ ഈ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ ഇന്ന് പുലർച്ചെ മുതൽ കാണുന്ന മാധ്യമങ്ങളിൽ കൂടെ കാണുന്ന എല്ലാ മലയാളികളെയും സംബന്ധിച്ചോളം സമാനമായ ഒരു സാഹചര്യം തന്നെയായിരിക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയ. ശരി സുജു, പത്തനംതിട്ടയിൽ ഉണ്ടായ അപകടം, പത്തനംതിട്ട കോന്നിയിലുണ്ടായ അപകടത്തിൽ മരിച്ച 3 പേരുടെ മൃതദേഹം കോന്നി താലൂക്ക് ആശുപത്രിയിൽ നിന്നും മാറ്റുന്നു. മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. 2 അച്ഛന്മാരുടെയും നിഖിലിൻ്റെയും മൃതദേഹങ്ങളാണ് അവിടെ നിന്നും മാറ്റിയത്. ഏറെ ദുഃഖകരമായൊരു കാഴ്ച. രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഒരു കുടുംബത്തിലെ 4 അംഗങ്ങൾ മരിച്ച ദിവസം. അവിടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആശുപത്രിക്ക് മുൻപിലുണ്ട്. അവരുടെ വേദന സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അത് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്.